ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ട്രിവാൻഡ്രംസിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചയിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തോളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻസ്, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലുള്ള ഒരു നഴ്സറി ഫാം, ചെടികളുടെയും പൂക്കളുടെയും ഒരു പറുദീസ. അതിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ അറിയിക്കുവാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ട്രിവാൻഡ്രംസിന്റെ പുതിയ ഈ വീഡിയോ വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. തലസ്ഥാന നഗരിയിൽ നിന്നും 22 കിലോമീറ്റർ ദൂരത്തിൽ വിഴിഞ്ഞത്തു നിന്ന് ബാലരാമപുരം പോകുന്ന വഴിയിൽ കോട്ടുകാൽ പഞ്ചായത്തിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കുള്ള വഴി അറിയാത്തത് കൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള വഴി തിരഞ്ഞെടുത്തത്. മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ വളരെ ശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് കാണുവാൻ സാധിച്ചത്. ഉള്ളിലേക്ക് പോകുന്തോറും ശരിക്കും ഒരു നല്ല ഗ്രാമപ്രദേശത്തിന്റെ മനോഹാരിതയും ഭംഗിയും ഒരു ശാന്തതയും ഒക്കെ കാണുവാൻ തുടങ്ങി. നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു അത്. വഴിവെക്കിൽ ഈ ഗാർഡനിലേക്കുള്ള ദിശാസൂചകങ്ങളായ ബോർഡുകൾ കാണാമായിരുന്നു. അവ നോക്കി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ വെള്ളമൊഴുകുന്ന കനാൽ കാണുവാൻ സാധിച്ചു. അതിന് വശത്തുകൂടി ഉള്ളിലേക്ക് പോയപ്പോൾ ധാരാളം നാട്ടുകാർ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുറ്റുമുള്ള പറമ്പുകൾ വൃത്തിയാക്കുന്നതും ഒക്കെ കാണുവാൻ സാധിച്ചു. അങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ബോർഡ് നോക്കി വളരെ നേരിയ ഒരു ഇടവഴിയിലൂടെ ഈ ഗാർഡന് മുൻവശത്തേക്ക് എത്തി. പക്ഷെ അവിടെ വരുവാൻ വേറൊരു മെയിൻ റോഡ് ഉള്ള കാര്യം ആ സമയത്താണ് മനസ്സിലായത്. എന്നിരുന്നാലും നല്ല ഒരു തനി നാടൻ ഗ്രാമത്തിനുള്ളിലൂടെ പോകുന്ന ആ ഒരു ഫീൽ ശരിക്കും നന്നായി ആസ്വദിക്കുവാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു അത്. പ്രധാന കവാടത്തിൽ തന്നെ ഒരു ശില്പം കാണുവാൻ സാധിച്ചു. പിന്നീട് അകത്തേക്ക് കയറി തുടങ്ങിയപ്പോഴാണ് ആ ഗാർഡന്റെ ശരിക്കുള്ള ഉൾക്കാഴ്ച വെളിവാക്കുന്ന പച്ചപ്പും നിർമ്മിതികളും വഴിയും കാണുവാൻ സാധിച്ചു. വശങ്ങളിൽ പച്ച പുൽ പരവതാനി കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്നു. ഇവയൊക്കെ പുൽമെത്തകൾ ഒരുക്കുവാനായി പ്രത്യേകം നിർമ്മിക്കുന്നതാണെന്ന് പിന്നീട് മനസ്സിലായി. സ്വദേശികളായ ജോൺ റോസ്, ജോർജ്, ജോഷി എന്നിവരാണ് 1972 കാലഘട്ടത്തിൽ അവരുടെ പിതാവിന്റെ മരണശേഷം ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഗാർഡൻ തുടങ്ങിയത്. ചെറിയ രീതിയിൽ ചെടികളുടെ നഴ്സറി പോലെയായിരുന്നു ഇവിടുത്തെ ആരംഭം. അത് ചുറ്റുപാടും ഈ തൈകളും ചെടികളും നടന്ന് വിൽപ്പന ചെയ്ത് അങ്ങനെ തുടങ്ങിയതാണ് ഈ ഗാർഡൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് 1/2 നൂറ്റാണ്ടോളമുള്ള കഠിന പ്രയത്നത്തിലൂടെ 15 ഏക്കർ വിസ്തൃതിയിൽ അതിവിശാലമായ രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ ഗാർഡൻ നഴ്സറി ആൻഡ് റിസർച്ച് സെന്റർ ആക്കി ഇതിനെ ഡെവലപ്പ് ചെയ്ത ആ ഒരു അർപ്പണ മനോഭാവത്തിന് എന്ത് വാക്കുകൾ കൊണ്ട് പ്രശംസിക്കണമെന്ന് നമുക്കറിയില്ല. അതിരാവിലെ തന്നെ ഇവിടെ എത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ അവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നു. ചെറിയ ചെറിയ ബാഗുകളിൽ നടിയിൽ മിശ്രിതം നിറച്ച് നിരവധി തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പുഷ്പങ്ങളും മറ്റു ഗാർഡൻ പ്ലാന്റ്സും ഒക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ തൊഴിലാളികൾ അവരുടെ ആ ജോലി ഭംഗിയായി നിർവഹിക്കുകയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, രാവിലെ തന്നെ ധാരാളം പേർ ഈ തൈകൾ വാങ്ങുവാനും മറ്റുമൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ മൊത്തമായി ചുറ്റിക്കറങ്ങുവാൻ നമുക്കൊരു ദിവസം മുഴുവനായിട്ട് വേണം. അത്രയ്ക്ക് വളരെ വിശാലമായി പല മേഖലകളിലായിട്ടാണ് ഓരോ ഐറ്റങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. റോസകൾ, അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, കാക്ടസ്, പിന്നെ വായിൽ കൊള്ളാത്ത അറിഞ്ഞുകൂടാത്ത നിരവധി ടൈപ്പ് ഓഫ് ചെടികൾ. അത്രയ്ക്ക് ചെടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു ചെടികളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ചെടിപ്രാന്തന് ഇത് ഇവിടെ വിട്ട് പോകാൻ തോന്നില്ല. അത്രയ്ക്ക് വിശാലമാണ് ഈ ഗാർഡനിലെ പ്രത്യേകത. വിത്തുപാകി മുളപ്പിക്കുന്നവ, കമ്പ് മുറിച്ച് തൈകൾ ഉണ്ടാക്കുന്നത്, മറ്റു പലതരത്തിലുള്ള വ്യത്യസ്തമായ രീതികളിലൂടെ പുതിയ പുതിയ തൈകൾ സൃഷ്ടിക്കുന്ന ശാസ്ത്രീയമായ രീതിയിലുള്ള ഗവേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു മികച്ച ടിഷ്യൂ കൾച്ചർ ലാബ് ഈ റിസർച്ച് സെന്ററിന്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ തന്നെ ഉദ്യാന സംബന്ധമായി നമുക്ക് വാങ്ങുവാൻ കഴിയുന്ന നിരവധി തരത്തിലുള്ള ചെടിച്ചട്ടികൾ, മറ്റു കാർഷിക ഉപകരണങ്ങൾ, വളം, കീടനാശിനി, ജൈവവളം തുടങ്ങി ഒരു ഗാർഡൻ സംബന്ധമായുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ വിതരണവും നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ ഗാർഡനിൽ എത്തുന്നവർ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നും ഇത്രയും വിലക്കുറവിൽ നേരിട്ട് മികച്ച ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ വാങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന കാര്യം നമ്മൾ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായതാണ്.
മികച്ച കൊമേഴ്സ്യൽ നഴ്സറിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് 2018 ഈ ഗാർഡന് ലഭിക്കുകയുണ്ടായി. ഈ കാണുന്ന ചെടികളെ കൂടാതെ തന്നെ ആയുർവേദ ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റൊരു ഉദ്യാനം കൂടി ഇതിന് സമീപത്തായി മറ്റൊരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അക്വാറ്റിക് പ്ലാന്റ്സിന്റെ ഒരു വൻ ശേഖരവും കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ കാണാൻ കഴിഞ്ഞത് പലതരത്തിലുള്ള അമൂർത്തങ്ങളായിട്ടുള്ള കലാശില്പങ്ങൾ ഈ ഉദ്യാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉറപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുന്നവർക്ക് വളരെയധികം ആസ്വാദ്യകരമാണ്. കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നടക്കുന്ന പുഷ്പ ഫല സസ്യമേളകളിൽ വളരെ മനോഹരമായി അലങ്കരിച്ച കാഴ്ചക്കാരെ കുളിരണിയിപ്പിക്കുന്ന പൂക്കളും മറ്റു പലതരത്തിലുള്ള ചെടികളും കൊണ്ട് അലങ്കൃതമായ സ്റ്റാളുകളിലൂടെയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നിരവധി പുഷ്പമേളകളിൽ കുഴിപ്പള്ളം ഗാർഡൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഉദ്യാനം തയ്യാറാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വണ്ടി പിടിക്കുക, നേരെ ഇങ്ങോട്ട് വിടുക. ആവശ്യമുള്ള ചെടികൾ വളരെ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ മറ്റൊരു പ്രത്യേകത, നമ്മുടെ നഗരത്തിലെ പല ഭാഗങ്ങളിലേക്കുള്ള നഴ്സറികളിലേക്ക് ഇവിടെ നിന്നും ധാരാളം തൈകൾ ഹോൾസെയിലായിട്ട് വണ്ടികളിൽ കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് ഇവിടുത്തെ 100 കണക്കിന് തൊഴിലാളികൾ ഈ ചെടികളെ പരിപാലിക്കുകയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇതിൻ്റെ വിൽപ്പന, ഈ ചെടികളോടനുബന്ധിച്ചുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ ഒരു വലിയൊരു ഗാർഡൻ കോംപ്ലക്സിനുള്ളിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുവാനും നിങ്ങൾക്ക് ആ ചെടികളെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമുള്ള പല സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരുവനന്തപുരത്ത് സന്ദർശിക്കേണ്ട ഒരു നല്ലൊരു സ്ഥലമാണ് ഈ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ള കാര്യം മറക്കരുത്. ഒരു സസ്യശാസ്ത്രജ്ഞനോ ഉദ്യാനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളോ അല്ലാത്ത എന്നെ പോലുള്ളവർക്ക് ഈ ഗാർഡനിൽ കാണുന്ന കാഴ്ചകളെല്ലാം വളരെ മനോഹരവും നയനാനന്ദകരവും മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണ്. പൂക്കൾ മാത്രമല്ല, ഇലകളിൽ തന്നെ നിരവധി വൈവിധ്യവും പരീക്ഷണങ്ങളും കലാരൂപങ്ങളും ഒക്കെ സൃഷ്ടിക്കുവാൻ പറ്റിയ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ചെടികളുടെ ഒരു അതിവിപുലമായ ശേഖരം തന്നെയാണ് എനിക്ക് ഈ ഗാർഡനിൽ മുഴുവൻ കാണുവാൻ സാധിച്ചത്. വീടുകളിൽ അലങ്കാരത്തിനായി ചെടികൾ വളർത്തുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ചെടികളുടെ നല്ല വളർച്ചയ്ക്കും അതിൻ്റെ പുഷ്ടിക്കും സൂര്യപ്രകാശവും അതുപോലെ തന്നെ അതിൻ്റെ മണ്ണിലെ ഘടകങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഉള്ള ഓരോ ചെടികളെക്കുറിച്ചും ആ ചെടികളെ എങ്ങനെ പരിപാലിക്കാം, അതിനെ എങ്ങനെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കാം എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഇവിടെയുള്ള ജീവനക്കാർ വരുന്ന ഓരോ വ്യക്തികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നതും കാണുവാൻ സാധിച്ചു. കൃഷി പരിപാലനത്തിൽ താല്പര്യമുള്ളവർ മനസ്സിലാക്കിയിരിക്കേണ്ട നിരവധി ടെക്നിക്കുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഈ ഗാർഡനിൽ സുലഭമായി ലഭിക്കുന്ന സൂര്യപ്രകാശവും പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ജൈവ മിശ്രിതങ്ങളും ഒക്കെ രോഗപ്രതിരോധ ശേഷിയുള്ള മികച്ച തൈകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കാം കുഴിപ്പള്ളം ഗാർഡനിൽ നിന്നും വരുന്ന ചെടികൾക്ക് ഒരു ഗ്യാരണ്ടി വിപണിയിൽ ശക്തമായി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചതിന്റെ പ്രധാന കാരണം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മാത്രം മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ കാഴ്ചകൾക്ക് പ്രധാനപ്പെട്ട ഒരു പിന്തുണ. വിദേശ രാജ്യങ്ങളിലും മറ്റു ചില പ്രത്യേക കാലാവസ്ഥ പ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന പല വിധത്തിലുള്ള ചെടികളും നമ്മുടെ നാടിന് അനുയോജ്യമായ രീതിയിൽ അലങ്കാര ചെടികളാക്കി പൂന്തോട്ടത്തിന് അഴകേകുന്ന തരത്തിൽ മാറ്റിയെടുക്കുവാൻ ഇതിനെക്കുറിച്ച് നല്ല അറിവും പരിശീലനവും അത്യാവശ്യമാണ്. പുഷ്പപരിപാലനം അഥവാ ഗാർഡനിങ്, നഴ്സറി എന്നിവയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വ്യവസായ മേഖലയാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾക്കറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാകാം മികച്ച ക്വാളിറ്റിയുള്ള സസ്യങ്ങൾ തേടി ഓരോ നഴ്സറിക്കാരും ഇവിടെ എത്തുന്നത് എന്ന് മനസ്സിലായി. ഈ കാണുന്നത് ഈ ഗാർഡനിലെ മറ്റൊരു പ്രത്യേക വിഭാഗമാണ്. ഇവിടെ പ്രധാനമായും ഇൻഡോർ പ്ലാന്റ്സ്, കാക്ടസ്, അതായത് ഈ കള്ളിമുൾ ചെടിയുടെ വിവിധ തരങ്ങളായിട്ടുള്ള വെറൈറ്റികൾ, അതൊക്കെയാണ് ഈ ഒരു ഗാർഡൻ ഉള്ളിൽ കണ്ടത്. അവിടെ വിവിധങ്ങളായിട്ടുള്ള വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവയൊക്കെ കൂടുതലായും വീടിനകത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നന്നായി വളരുന്നത്. അപ്പോൾ അതിന്റെ ഒരു വൻ ശേഖരം, കൂടാതെ അതിന്റെ തൈകൾ, ഇതിൽ പലതിനും ആയിരക്കണക്കിന് രൂപ വില വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങളാണ്. അവയൊക്കെ വളരെ മനോഹരമായി ഈ ഒരു ഇൻഡോർ സെക്ഷനിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒന്നും പേരുകൾ നമുക്കറിയില്ല എങ്കിലും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങളാണ്
എന്നൊരു കാര്യം മനസ്സിലായി. അതിനെക്കുറിച്ച് അറിയാവുന്നവർ ആ ഒരു സെക്ഷനിൽ വന്ന് ഇതൊക്കെ ഓരോന്നായി ചോദിച്ചു മനസ്സിലാക്കി വാങ്ങുന്ന കാഴ്ചയും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ ഇടയായി. വളരെ കുറഞ്ഞ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മിതമായ ജലത്തെ ആഗിരണം ചെയ്ത് വളരെ കട്ടി കൂടിയ ഇലകളോട് കൂടിയവയാണ് ഭൂരിഭാഗം ഇൻഡോർ പ്ലാന്റ്സുകളും കാക്ടസ് വിഭാഗവും വരുന്നത്. പോളി ഹൗസ് ഫാമിംഗ്, ഗ്രീൻ ഫാമിംഗ് എന്നിങ്ങനെ ഉള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കൃഷി രീതികളിലൂടെ ഇവയൊക്കെ ഇന്ന് വ്യാപകമായി വളർത്തുന്നു. കള്ളിമുൾ ചെടികൾ പൂത്തു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ സാധാരണ മരുഭൂമിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതെല്ലാം ഈ ഗ്രീൻ ഹൗസിനുള്ളിൽ വളരെ മനോഹരമായി തന്നെ അലങ്കരിക്കപ്പെട്ട് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം വിവിധ ഇനത്തിലുള്ള മനോഹരങ്ങളായ റോസിൻ്റെ തൈകളാണ്. അവയും ഇങ്ങനെ വ്യാപകമായി ഓരോ സെക്ഷനുകളായി വിൽപ്പനയ്ക്ക് തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യക്കാർക്ക് ഇത് കണ്ട് നോക്കി മനസ്സിലാക്കി തൈകൾ വാങ്ങാവുന്നതാണ്. ഈ ഭാഗത്ത് വിവിധ തരത്തിലുള്ള ചെടികൾ ചട്ടികളിൽ മനോഹരമാക്കി അലങ്കാര രൂപത്തിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ ജൈവവളം, നടിയിൽ മിശ്രിതം എന്നിവ തയ്യാറാക്കുന്ന ഒരു ഭാഗവും ഇവിടെ കാണുവാൻ സാധിച്ചു. ചെമ്മണ്ണ്, അതുപോലെ ചാണകപ്പൊടി. ഈ കാണുന്ന ഇലച്ചെടികൾ അവയും വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ശേഖരമായി കാണുവാൻ സാധിച്ചു. മറ്റു പലതരത്തിലുള്ള ചെടികൾ, ഒരു നല്ലൊരു കാട്. ഇവിടെ ഈ ഭാഗത്ത് ചകിരിച്ചോർ മിശ്രിതം അത് വളമാക്കി മാറ്റുന്ന അങ്ങനെയുള്ള ഭാഗം കണ്ടു. ഈ കാണുന്ന മണ്ണിലാണ് പുൽമെത്ത തയ്യാറാക്കുന്നത്. ഇത് ബെഡുകളായി വിൽപ്പനയ്ക്ക് നൽകുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു ബോൺസായ് ഗാർഡൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോൺസായികളുടെ ഒരു വൻ ശേഖരം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ബോൺസായൊക്കെ എത്ര വർഷത്തെ പരിശ്രമമാണ്. ഇവിടെ നിൽക്കുന്ന ഈ ഓരോ ബോൺസായി ചെടിയിലും നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പൂക്കളും കായ്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 50 വർഷത്തിന് മുകളിലും 30 വർഷം ആ റേഞ്ചിലൊക്കെ ഉള്ള ചെടികളാണ് ഈ കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. അത്രയും വർഷം കൊണ്ട് ഇതിനെ പരിപാലിച്ച് അതൊരു ബോൺസായി ഗാർഡൻ എന്നുള്ള രീതിയിൽ ഒരു സെറ്റിങ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഈ കാഴ്ച. ഈ ഗാർഡൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ബോൺസായിയുടെ പരിപാലനം ഇവിടെ നടന്നിട്ടുണ്ട്. ആ ബോൺസായെ മ്യൂസിയം എന്നുള്ള തരത്തിൽ ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ആ ഓരോ ചെടികളും ഓരോ വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങളെ ഒരു ചട്ടിക്കുള്ളിൽ ഒതുക്കുന്ന തരത്തിൽ കൊമ്പ് കോതിയും അതിന് ചില പ്രത്യേക ഷേപ്പുകൾ വരുത്തിയും ഒക്കെ വളരെ ശ്രമകരമായ ഒരു പണിയാണ്. കാരണം ഒരു ബോൺസായി തുടങ്ങുന്നത് തന്നെ ഏകദേശം 5 വർഷം കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ ബോൺസായി ആകുന്ന ഒരു രൂപം കൈവരുന്നു. അതിനെ പിന്നീട് അതിൻ്റെ ശാഖകളൊക്കെ ഒരു മരത്തിനെ പോലെ തന്നെ ആക്കിയെടുക്കുന്ന ഒരു വലിയൊരു ശ്രമകരമായ പണിയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം. വർഷങ്ങൾ കൂടുന്തോറും ഈ വൃക്ഷത്തിൻ്റെ മനോഹര ദൃശ്യം നമുക്ക് പ്രകടമായി കാണാം. അതിനനുസരിച്ച് ഇതിൻ്റെ വിലയും അതിൻ്റെ പ്രാധാന്യവും കൂടി വരുന്നു. ബോൺസായികൾ ഈ ഗാർഡനിൽ വളരെ അടുക്കോടുകൂടി നമുക്ക് നടന്ന് കാണാവുന്ന തരത്തിൽ തന്നെ ഘട്ടം ഘട്ടമായി സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഇതിന് ചുറ്റിക്കറങ്ങി കാണുന്ന തരത്തിലാണ് ഗാർഡനിനുള്ളിൽ ഇതിൻ്റെ ക്രമീകരണം. അത് ഒരു മനോഹരമായ കാഴ്ചയാണ്. അതൊരു ഗവേഷണ വിദ്യാർത്ഥികൾക്കും കൗതുക കാഴ്ച പോലെ കാണുന്നവർക്കുമൊക്കെ കാണുന്ന തരത്തിൽ അലങ്കാര രൂപങ്ങളായി നല്ല രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ നടപ്പാതയിലൂടെ നമുക്ക് നടന്നു വരുമ്പോൾ വിശ്രമ കേന്ദ്രങ്ങളും ബോൺസായികളുടെ പേരും അവയുടെ കാലപ്പഴക്കവും ഒക്കെ കാണുന്ന ലേബലുകളും വളരെ മനോഹരമായി തന്നെ നമുക്കിതിനെ ചുറ്റിക്കാണുവാനുള്ള സൗകര്യവും ഓരോ ബോൺസായിയെയും അടുത്ത് അറിയുവാനുള്ള ഒരു അവസരവും നമുക്ക് മറ്റൊരു സ്ഥലത്തും ലഭിക്കില്ല എന്നുള്ള കാര്യം വലിയൊരു വാസ്തവമാണ്. നമുക്കത് ആസ്വദിക്കാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ് റോസ് ഗാർഡൻ. ഏകദേശം 1000-ന് മുകളിൽ, അതിൻ്റെ എണ്ണം എനിക്കറിയില്ല. എല്ലാ ചട്ടികളിലും ആ വെറൈറ്റി റോസിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. ഒന്നും പിടിയിട്ടില്ല, പക്ഷെ അതിമനോഹരമായ റോസാപ്പൂക്കളാണ് പല തരത്തിലും പല വെറൈറ്റിയിലുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രയ്ക്കുണ്ട് റോസുകൾ. ഞാനിത് മുഴുവനും എപ്പോൾ ഷൂട്ട് ചെയ്ത് തരും എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം. അത്രയ്ക്കുണ്ട്. ഇതിങ്ങനെ പടിക്കെട്ടുകൾ പോലെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ച റോസാ തൈകളും അവയുടെ ഓരോ വെറൈറ്റികളും 1000-ന് മുകളിൽ വരുന്ന ഓരോ റോസകളും ഒക്കെ വളരെ പ്രശസ്തമാണ്. ഈ റോസകളുടെ പേരുകളും അവയുടെ പ്രത്യേകതകളുമൊക്കെ നമുക്കിവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിലാണ് കാണുന്നത്.
മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ കണ്ടപ്പോൾ പൂക്കൾ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൂണിംഗ് ഒക്കെ നടന്നിരിക്കുന്ന സമയമായിരിക്കാം. കാരണം പുഷ്പ ഫലമേളകളിൽ വളരെയധികം പ്രശസ്തമാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് വരുന്ന റോസാ ചെടികൾ. അതൊക്കെ നമുക്കിവിടെ ഓരോന്നായി കണ്ടുകൊണ്ട് നടന്ന് അവയെ ആസ്വദിക്കാവുന്നതാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നുള്ള ഒരു കാരണം കൊണ്ട് അതിൻ്റെ കാഴ്ചകൾ വളരെ ചുരുക്കിയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ ഈ റോസകളുടെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു വൈവിധ്യവുമൊക്കെ മനസ്സിലാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. പൂവിട്ട് നിൽക്കുന്ന ധാരാളം റോസാ ചട്ടികളും ഇതിനിടയിൽ കാണാവുന്നതാണ്. അലങ്കരിച്ച റോസകളും അവയെ പരിപാലിക്കുന്ന ജീവനക്കാരെയും ഇതിനിടയിൽ കാണുവാൻ സാധിച്ചു. ഈ ഭാഗമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പുറത്തേക്കുള്ള വഴിയിൽ ധാരാളം ശില്പങ്ങൾ അലങ്കരിച്ച് വച്ചിരിക്കുന്നതും ഈ ഉദ്യാനത്തിൻ്റെ ശോഭയ്ക്ക് മാറ്റുകൂട്ടുന്നു. കൂടാതെ ഒരു വലിയ കുളവും ജലസേചന സൗകര്യത്തിനായി ഒരുക്കിയിട്ടുള്ളത് ഇതിനിടയിൽ കാണുവാൻ സാധിച്ചു. ആ ഭാഗത്ത് ധാരാളം അക്വാട്ടിക് പ്ലാന്റ്സും മറ്റു നഴ്സറിയൊക്കെ ആ ഭാഗത്ത് ഉണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അപ്പോൾ ട്രിവാൻഡ്രം പൾസിന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് ഇനി വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.